ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന 18ഓളം ഓണം സദ്യ വിഭവങ്ങളാണ് കേട്ടോ നമ്മളിന്ന് തയ്യാറാക്കുന്നത്. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് പെട്ടെന്ന് എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാം. അപ്പോൾ മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് ഒരു 8ഓളം നന്നായിട്ട് പഴുത്ത മാമ്പഴം ഒരു കടായിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചേർക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ഒരല്പം കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും മധുരത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു പീസ് അളവിൽ ശർക്കര അല്ലെങ്കിൽ പഞ്ചസാരയും കൂടി ചേർക്കാം. ഇനി നമ്മുടെ ഈ മാമ്പഴം ഒന്ന് വെന്ത് കിട്ടാനും ആവശ്യമായിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാമ്പഴമെല്ലാം നന്നായിട്ട് ഇതിനൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം ഒരു 1/4 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയും 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ച് അതുകൂടി നമ്മുടെ ഈ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഒരു 1/2 കപ്പ് അളവിൽ തൈര് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് അതും കൂടി ചേർക്കാം. നല്ലതുപോലെ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി പെട്ടെന്ന് തന്നെ നമുക്കിതിലേക്ക് താളിച്ചും കൂടി ചേർക്കാവുന്നതാണ്. താളിച്ച് ചേർക്കാനായിട്ട് ഒരല്പം വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരല്പം കടുകും 1/4 ടീസ്പൂൺ അളവിൽ മുഴുവൻ ഉലുവയും 2 വറ്റൽമുളകും ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ താളിച്ചത് ചൂടോടുകൂടി തന്നെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും നല്ലൊരു അവിയൽ എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് അരിഞ്ഞെടുത്ത ക്യാരറ്റാണ്. ഒരു 1/4 കപ്പ് അളവിൽ ക്യാരറ്റ് ചേർക്കുകയാണ്. കൂടെ തന്നെ പച്ചക്കായ ഒരു 1/4 കപ്പ് അളവിൽ ചേർക്കാം. ഒരു 1/4 കപ്പ് അളവിൽ അമരപ്പയർ, ഒരു വലിയ കത്തിരിക്ക എടുത്തിട്ടുണ്ട്, വഴുതനങ്ങ, അതും അരിഞ്ഞ് ചേർക്കുകയാണ്. ഇനി വേണ്ടത് ചേനയാണ്, ഒരു 1/4 കപ്പ് അളവിൽ. കൂടെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് നീളത്തിൽ അരിഞ്ഞ് ചേർക്കാം. പച്ചപ്പയർ ചെറുതായിട്ട് നീളത്തിലരിഞ്ഞ് അതും കൂടി ചേർക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. ഒരു മുരിങ്ങയ്ക്കായ, ഒരല്പം വെള്ളരിക്ക, ഒരു 3 പച്ചമുളക്, നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും കൂടി ചേർക്കാം. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല, വെള്ളം ചേർക്കാതെയാണ് നമ്മുടെ ഈ അവിയൽ തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി. ഈ ഒരു സമയം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് വീണ്ടും എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 3 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പകുതിയോളം അളവിൽ നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് തേങ്ങാക്കൂട്ട് ചേർക്കാവുന്നതാണ്. ഒരു 1/4 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 6-7 ചെറിയുള്ളിയും കൂടി. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും അതുപോലെ തന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടിയാണ്. ഇനി നമുക്ക് ചെറുതായിട്ട് മാത്രം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ചതച്ചൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഈ അരച്ചെടുത്ത മിക്സ് നമ്മുടെ പച്ചക്കറി കൂട്ടിലേക്ക് ചേർക്കാം. ഇതിനോടൊപ്പം തന്നെ ഒരു 1/4 കപ്പ് അളവിൽ നല്ല കട്ടി തൈരും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ചെറിയൊരു പുളി കൊടുക്കും. ഇതെല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഡ്രൈ ആയിട്ടുള്ള അവിയലാണ് തയ്യാറാക്കുന്നത്. നല്ല കുഴഞ്ഞ അവിയലാണ് വേണ്ടതെങ്കിൽ ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് അളവിൽ കൂടി വെള്ളം ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വീണ്ടും ഒരു 3 മിനിറ്റും കൂടി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ വീണ്ടും ഒരു 3 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ അവിയലിലെ കഷ്ണങ്ങളെല്ലാം വെന്ത് വളരെ രുചികരമായിട്ടുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏത് വിശേഷ ദിവസങ്ങളിലും നിങ്ങൾ ഇതുപോലെ ഒരു അവിയൽ തയ്യാറാക്കി നോക്കൂ. ഇതെങ്ങനെ തയ്യാറാക്കിയെന്ന് ഉറപ്പായിട്ട് നിങ്ങളോട് ചോദിക്കും കേട്ടോ. ഇനി നമുക്ക് വളരെ രുചികരമായിട്ടുള്ള മധുര പച്ചടി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടിയിലേക്ക് ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് പൈനാപ്പിളിൻ്റെ പകുതിയോളം ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ പൈനാപ്പിൾ ചേർക്കുകയാണ്. കൂടെ തന്നെ ഈ പൈനാപ്പിൾ വേകാനും ആവശ്യമായിട്ടുള്ള ഒരു 1/2 കപ്പോളം അളവിൽ വെള്ളം കൂടി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കുറച്ച് ആവശ്യത്തിന് മാത്രം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 3-4 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. നന്നായിട്ടൊരു പകുതിയോളം അളവിൽ നമ്മുടെ പൈനാപ്പിളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് അത്യാവശ്യം വലിയൊരു പീസ് അളവിൽ ശർക്കര ചേർക്കുകയാണ്. കൂടെ തന്നെ ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി. ഇനി ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ പൈനാപ്പിൾ മാത്രം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത പേസ്റ്റാണ്, അതും കൂടി ചേർക്കുകയാണ്. ഇത് ഇത്രയും ചേർത്തിട്ട് ആ പൈനാപ്പിൾ ഇപ്പോൾ ചേർത്ത പൈനാപ്പിൾ ഒന്ന് വേകാനായിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുകയാണ്.
ഇത്രയും സമയം കൊണ്ട് തന്നെ നല്ലതുപോലെ ഇതിലെ വെള്ളം എല്ലാം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് തേങ്ങാക്കൂട്ട് ചേർക്കാം. ഒരു 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയും 1/2 ടീസ്പൂണിന് അളവിൽ ചെറിയ ജീരകവും 1/4 ടീസ്പൂണിന് അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ച് അതും കൂടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഒരു 10-15 മുന്തിരിങ്ങയും കൂടി ചേർക്കാവുന്നതാണ്. മുന്തിരിങ്ങയും ചേർത്ത് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് ഒന്ന് വേവിച്ചൊന്ന് കുറുക്കിയെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം 1 ടീസ്പൂൺ അളവിൽ നല്ല ചതച്ച കടുകും കൂടി ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ഒരു 4ഓളം പച്ചമുളകും ഒന്ന് ചതച്ച് ചേർക്കുകയാണ്. ഒരല്പം ഉപ്പ് കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല തിളയ്ക്കുന്ന ചൂടാണ്. ഈ ചൂടൊന്ന് മാറാനായിട്ട് 1 മിനിറ്റ് ഞാനിപ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിടുകയാണ്. ഇതുപോലെ ആ തിളച്ച ചൂട് മാറിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് നല്ല കട്ടിയായിട്ടുള്ള തൈര്, ഒരു 1/4 കപ്പ് അളവിൽ തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ള താളിപ്പ് വേണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണയിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് താളിച്ച് ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മധുര പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മുന്തിരിയൊക്കെ ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സദ്യയ്ക്കൊപ്പം ഇതുപോലൊരു മധുര പച്ചടി തയ്യാറാക്കാനായിട്ട് ആരും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് വളരെ രുചികരമായിട്ടുള്ളൊരു ഓലൻ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1 കപ്പ് അളവിൽ 1 പെയർ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഒരു 350 ഗ്രാം അളവിൽ കുമ്പളങ്ങ ഈ ഒരു രീതിക്ക് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർക്കുകയാണ്. കൂടെ തന്നെ ഒരു 2 പച്ചമുളകും കൂടി. ഇനി വേണ്ടത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും ഒരു 1/2 കപ്പ് അളവിൽ 2 തേങ്ങാപ്പാലും കൂടിയാണ്. കുമ്പളങ്ങയ്ക്കും ആവശ്യമായിട്ടുള്ള ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്ത് ഇനി നമുക്ക് ഈ തേങ്ങാപ്പാൽ വറ്റുന്നത് വരെ നല്ലതുപോലെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ഈ കുമ്പളങ്ങയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് 1/2 കപ്പ് അളവിൽ 1/4 പാലാണ്. നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു അല്പം കറിവേപ്പിലയും ഒരു 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഓലൻ ഇവിടെ വളരെ പെട്ടെന്ന് തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എളുപ്പത്തിലൊരു ശർക്കര വരട്ടി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 പച്ച നേന്ത്രക്കായാണ് എടുത്തിട്ടുള്ളത്. പച്ചക്കായ എടുക്കരുത്, നേന്ത്രക്കായ വേണം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ പുറം ഭാഗത്തുള്ള തോടൊക്കെ ഒന്ന് മാറ്റിയിട്ട് കയ്യിലേക്ക് ഒരു അല്പം എണ്ണ പൊട്ടി കൊടുത്തിട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇളകി വരും. എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. ഇത് ഒരുപാട് കനത്തിലരിയരുത്. തീരെ കനത്തിലരിയാണെന്നുണ്ടെങ്കിൽ ഉൾഭാഗം വേകാതെ കിട്ടും. ഈ ഒരു അളവിൽ നമുക്കൊന്ന് അരിഞ്ഞു മാറ്റാം. നേന്ത്രക്കായ എല്ലാം ഇതുപോലെ ഒന്ന് അരിഞ്ഞു മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയിൽ വേണം നമ്മളൊന്ന് വറുത്തെടുക്കാനായിട്ട്. നന്നായിട്ട് തന്നെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാവുന്നതാണ്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, എങ്കിൽ പിന്നെ പുറം ഭാഗം പെട്ടെന്ന് ഹാർഡാകും, അകം വേഗാതെ കിട്ടും. അതിൻ്റെ പേരിൽ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരു അല്പം കൂടി കുറച്ച് വെച്ചും അങ്ങനെ ഫ്ലെയിം മാറ്റി മാറ്റി വെച്ച് കൊടുത്ത് നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് ഈ ഒരു രീതിക്ക് നല്ല ക്രിസ്പി ആയിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് പെട്ടെന്ന് ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ശർക്കരയിലെ ആ ഒരു കട്ടിയൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇതുപോലെ ശർക്കര എല്ലാം നല്ലതുപോലെ ഒന്ന് അലിഞ്ഞ് ചേർന്ന് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതൊന്ന് അരിച്ച് ഒരു കടായിലേക്ക് ചേർക്കാവുന്നതാണ്. ശർക്കരയിൽ അത്യാവശ്യം കല്ലുണ്ടാകും, അതിൻ്റെ പേരിലാണ് അരിച്ച് ചേർക്കുന്നത്. ഇനി വീണ്ടും നമ്മുടെ ശർക്കര പാനി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് ഈ വെള്ളം എല്ലാം ഒന്ന് വറ്റിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. ശർക്കര പാനി എല്ലാം ഇതുപോലെ ഒന്ന് കുറുകി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കായ കഷ്ണങ്ങളൊക്കെ ചേർക്കാവുന്നതാണ്. കായൊക്കെ ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം. ഈ ഒരു സമയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇനി ഫ്ലെയിം നമ്മൾ നല്ലതുപോലെ കുറച്ച് തന്നെ ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ശർക്കര പാനി പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ആ ടേസ്റ്റ് പാടെ മാറിപ്പോകും. അതിൻ്റെ പേരിൽ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇനി ബാക്കി അങ്ങോട്ട് എല്ലാ കാര്യം ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു 3/4 ടീസ്പൂൺ അളവിൽ ചുക്കുപൊടി, 3/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും 3/4 ടീസ്പൂൺ അളവിൽ തന്നെ ചെറിയ ജീരകം പൊടിച്ചതും കൂടിയാണ്. അത് ഇത്രയും കൂടി ഇതിലേക്ക് ചേർക്കാം. പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. ഇനി നമ്മുടെ ശർക്കര പാനിയൊക്കെ കുറച്ചും കൂടി ഒന്ന് വറ്റി വരട്ടെ. ഈ ഒരു സമയം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർക്കാവുന്നതാണ്. പഞ്ചസാരയും ചേർത്തിട്ട് വേണം വീണ്ടും നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാനായിട്ട്. ഏകദേശം ഒരു 2 മിനിറ്റും കൂടി നമ്മൾ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുമ്പോഴത്തേക്കും ഈ ഒരു സ്റ്റേജിലേക്ക് മാറും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം നമുക്ക് വീണ്ടും 1 ടേബിൾ സ്പൂൺ അളവിൽ കൂടി പഞ്ചസാര ചേർക്കാവുന്നതാണ്. പഞ്ചസാരയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വേറെ പണികളൊന്നുമില്ല. ഈ ഒരു സമയം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉപ്പേരിയുടെ പുറം ഭാഗമൊക്കെ ചെറുതായിട്ട് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും. നല്ല ഹാർഡ് ആകണമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ തണുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് തണുക്കട്ടെ.
നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം 1 മാസത്തോളം നമുക്കിത് ബോട്ടിലാക്കി സൂക്ഷിക്കാവുന്നതാണ്. സദ്യയ്ക്കൊപ്പം ഒഴിച്ചുകൂടാനാകാത്തതാണ് നമ്മുടെ ഉപ്പേരി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് നല്ലൊരു മോരുകറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ മോരുകറിക്ക് വേണ്ടിയിട്ട് ഒരു 2 കപ്പ് അളവിൽ നല്ല കട്ടി തൈര് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ചേർക്കുകയാണ്. കൂടെ തന്നെ 1 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഈ കട്ടയെല്ലാം ഒന്ന് മാറുന്നത് പോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ അളവിൽ കടുകും 1/4 ടീസ്പൂൺ അളവിൽ മുഴുവൻ ഉലുവയും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും ഒരു 5-6 വെളുത്തുള്ളി അലിയും ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നല്ല രീതിക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 10ഓളം ചെറിയുള്ളിയാണ്. ചെറിയുള്ളിയും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. ചെറിയുള്ളിയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി വരട്ടെ. ചെറിയുള്ളിയുടെ കളറൊക്കെ ഇതുപോലെ ഒന്ന് മാറി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് ഒരു 4 വറ്റൽമുളക് ചേർക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർക്കാം. ഇനി വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് വീണ്ടും ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഫ്ലെയിം ഒന്ന് നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നല്ലൊരു തിളയ്ക്കുന്ന ആ ഒരു ചൂട് മാറിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തൈര് ചേർക്കാവുന്നതാണ്. തൈരും ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. കൂടെ തന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു 4ഓളം പച്ചമുളകും കൂടി അരിഞ്ഞ് ചേർക്കുകയാണ്. ഇത് രണ്ടും ചേർത്തിട്ട് ചെറിയ രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റിലായിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഇതെല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഒരു 1-2 മണിക്കൂർ നമ്മളിതിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ എടുക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചൂട് ചോറിനൊപ്പം ഇതുപോലൊരു മോരുകറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. ഇനി നമുക്ക് സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള വറുത്തരിശ്ശേരി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 100 ഗ്രാം അളവിൽ വൻപയർ ഞാനിപ്പോൾ ഒരു കുക്കറിലേക്ക് കഴുകി ചേർക്കുകയാണ്. കൂടെ തന്നെ ഒരു 300 ഗ്രാം അളവിൽ മത്തൻ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അതും കൂടി ചേർക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഇതെല്ലാം ഒന്ന് വെന്ത് കിട്ടാനും ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൽ ഒരു 3 വിസിൽ വന്ന് കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. ഇത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ വൻപയറും മത്തനും എല്ലാം നന്നായിട്ട് ഇന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് തേങ്ങാക്കൂട്ട് ചേർക്കാവുന്നതാണ്. ഒരു 1/4 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും 2 പച്ചമുളകും 1 അല്ലി വെളുത്തുള്ളിയും ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമ്മൾ അവിയലിനൊക്കെ ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കില്ലേ, അതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ഇതിലേക്ക് നമുക്ക് ചേർക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ചെറുതായിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയും കൂടി ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ വറുത്തെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു 2-3 വറ്റൽ മുളകും കൂടി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഈ ഒരു രീതിക്ക് ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറിക്കഴിഞ്ഞാൽ ഒരല്പം ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല രീതിക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരിശ്ശേരി നിമിഷ നേരം കൊണ്ട് തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ സദ്യയിലെ ഒഴിച്ചുകൂടാനാകാത്ത പുളിയിഞ്ചി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ പുളിയിഞ്ചി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒരു മൺചട്ടിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു 4 ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർക്കുകയാണ്. ഇനി നന്നായിട്ട് ഇതിൻ്റെ കളറ് മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഈ ഒരു രീതിക്ക് ഇതിൻ്റെ കളറൊന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്ത ഇഞ്ചിയാണ്. ഒരു 125 ഗ്രാം അളവിലാണ് ഞാനിപ്പോൾ ഇഞ്ചി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ചേർക്കുകയാണ്. ഇനി ഇതിൻ്റെ കളറ് മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു രീതിക്ക് ഇതിൻ്റെ കളറൊന്ന് മാറി തുടങ്ങുന്ന സമയം ഇതിലേക്ക് നമുക്ക് ഒരു 4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി. ഇനി നല്ലതുപോലെ ഇതിൻ്റെ കളർ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ഇഞ്ചിയുടെ കളറൊക്കെ ഇതുപോലെ ഒരു ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളാണ് ചേർക്കേണ്ടത്. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുകയാണ്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം.
ഇനി ഇതിലേക്ക് വേണ്ടത് പുളിവെള്ളമാണ്. 2 നാരങ്ങ വലിപ്പത്തിന് പുളിയെടുത്ത് വെള്ളത്തിലേക്കിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തിട്ട് നല്ലതുപോലെ ആ പുളി ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് പുളിവെള്ളം മാത്രം കട്ടിക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏകദേശം 1 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പുളിവെള്ളമൊക്കെ ഒന്ന് തിളച്ചു തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും ഇതിലേക്ക് അത്യാവശ്യം വലിയൊരു പീസ് അളവിൽ തന്നെ നമുക്ക് ശർക്കര ചേർക്കാവുന്നതാണ്. ചെറിയൊരു മധുരം നമ്മുടെ ഈ പുളിയിഞ്ചിക്ക് വേണം, അതിന് വേണ്ടിയിട്ടാണ് ശർക്കര ചേർക്കുന്നത്. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ല രീതിക്ക് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതൊരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടട്ടെ. ഒരല്പസമയം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പുളിയിഞ്ചിയെല്ലാം നന്നായിട്ട് ഈ ഒരു രീതിക്കൊന്ന് കുറുകി കിട്ടും കേട്ടോ. ഈ ഒരു സമയം ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണിനളവിൽ കായപ്പൊടിയും 1/4 ടീസ്പൂണിനളവിൽ ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് സൂപ്പറായിട്ട് ഈ പുളിയിഞ്ചി സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. കുറച്ച് നാൾ നമുക്കിത് ഫ്രിഡ്ജിലും സൂക്ഷിക്കാവുന്നതാണ്. നമ്മുടെ ഈ ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ അത്യാവശ്യം വലിയ ബീട്രൂട്ടിൽ ഒരു 2 ബീട്രൂട്ട് എടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ സാധാരണ തോരനൊക്കെ ഗ്രേറ്റ് ചെയ്തില്ലേ, ആ ഒരു ഗ്രേറ്ററിലിട്ട് നന്നായിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതായത് ഇതുപോലെ നമ്മുടെ ഈ കിച്ചടി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർക്കാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടാനും പാകത്തിന് ഒരു 1/4 കപ്പ് അളവിൽ മാത്രം വെള്ളം കൂടി ചേർക്കുകയാണ്. കാരണം ഈ കംപ്ലീറ്റ് വെള്ളവും നമ്മൾ വറ്റിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ പേരിൽ ഒരുപാട് വെള്ളം ചേർക്കരുത്. വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഒന്ന് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഇനി ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്കിനി തേങ്ങാക്കൂട്ട് ചെയ്തെടുക്കാവുന്നതാണ്. മിക്സിയുടെ ഒരു ചെറിയ ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ചിരകിയ തേങ്ങ എടുത്തിട്ടുള്ളത്. അത് ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകമാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കടുകും കൂടി. നമ്മളെപ്പോഴും കിച്ചടിക്ക് ഒരല്പം കടുക് ചേർക്കാറുണ്ട്. ഇനി വേണ്ടത് ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചിയും കൂടിയാണ്. അതുപോലെ തന്നെ ഒരു പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം കേട്ടോ. ഇനി ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു രീതിക്ക് നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ബീട്രൂട്ട് ഇങ്ങനെ വേകാൻ വെച്ചിട്ട് ഒരല്പസമയമായിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് തന്നെ അതിൽ കംപ്ലീറ്റ് വെള്ളവും വന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് തന്നെ നമ്മുടെ ബീട്രൂട്ടും ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം നമുക്ക് നമ്മുടെ തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. തേങ്ങാക്കൂട്ടും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ഈ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ. മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഞാനിതൊന്ന് തിളപ്പിക്കുകയാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ആ തേങ്ങയിലുണ്ടായിരുന്ന കുറച്ച് വെള്ളം കൂടി ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. കാരണം നമ്മൾ മൺചട്ടിയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. മൺചട്ടിക്ക് അത്യാവശ്യം നല്ല ചൂടുണ്ടാവും. ഈ ചൂടിൽ നമ്മൾ തൈര് ചേർക്കരുത്. ഒരല്പം ചൂടൊന്ന് കുറഞ്ഞിട്ട് മാത്രം തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ 1 കപ്പ് അളവിൽ നല്ല കട്ടി തൈര് എടുത്തിട്ടുണ്ട്. അത് ഒന്നുകിൽ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ടോ നന്നായിട്ട് ഈ കട്ട എല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് നമ്മൾ ആ കട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുക്കരുത്. എങ്കിൽ പിന്നെ നമ്മുടെ തൈര് നല്ലതുപോലെ ലൂസായി പോകും. നമ്മുടെ തൈര് അങ്ങനെ ലൂസാക്കി എടുക്കരുത്. നല്ല കട്ടി തൈര് തന്നെ നമുക്ക് ഇതിനായിട്ട് വേണം. അപ്പോൾ നല്ല ലൂസായിട്ടുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട്, അതായത് നമ്മുടെ ചായ അരിപ്പയൊക്കെ ഉണ്ടല്ലോ അതുപോലത്തെ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് ഒരു അരമണിക്കൂറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ വെള്ളം കംപ്ലീറ്റ് ഒക്കെ പോയിട്ട് നല്ല കട്ടിയായിട്ടുള്ള കുറുകിയ തൈര് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇത്രയും തന്നെ മതിയാവും. നന്നായിട്ട് ഇതിൻ്റെ കട്ടയൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. കൂടുതൽ സമയത്ത് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ബീട്രൂട്ടിന് ആ ഒരു തിളയ്ക്കുന്ന ചൂട് മാത്രമേ മാറിയിട്ടുള്ളൂ. ഇപ്പോഴും അത്യാവശ്യം ചൂടുണ്ട്. ഇതിലേക്ക് തന്നെ നമ്മുടെ തൈര് ചേർക്കാം. തൈരും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ എല്ലാം കൂടി ഇളക്കി ഒന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഇത്രയും കട്ടിക്ക് വേണം കേട്ടോ നമ്മുടെ ഈ ബീട്രൂട്ട് കിച്ചടി ഉണ്ടാകാനായിട്ട്. നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തൈരെല്ലാം നമ്മുടെ ബീട്രൂട്ടിലേക്ക് ചേരുന്നത് പോലെ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്, യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫൈനലായിട്ട് ഇതിലേക്ക് താളിച്ചും കൂടി ചേർക്കാനുണ്ട്. താളിച്ച് ചേർക്കാനായിട്ട് ഒരു കുഞ്ഞു ചീനച്ചട്ടിയിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും ഒരു 2 വറ്റൽമുളക് ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടി.
അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ താളിച്ചത് നേരെ തന്നെ നമ്മുടെ ബീട്രൂട്ട് കിച്ചടിയിലേക്ക് ചേർക്കാവുന്നതാണ്. താളിച്ചതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇത് നല്ല സൂപ്പറായിട്ട് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. വളരെ രുചികരമായിട്ടുള്ളൊരു ബീട്രൂട്ട് കിച്ചടിയാണ് കേട്ടോ. അപ്പോൾ ഓണത്തിനും സദ്യയ്ക്കും അതുപോലെ തന്നെ ഊണിനൊപ്പം ഒക്കെ ഇതുപോലൊരു ബീട്രൂട്ട് കിച്ചടി നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണേ. സദ്യ സ്പെഷ്യൽ വെളുത്ത നാരങ്ങാച്ചാറാണ് കേട്ടോ. വളരെ രുചികരമായിട്ടുള്ളൊരു നാരങ്ങാച്ചാറാണ്. നമ്മുടെ ഈ നാരങ്ങാച്ചാർ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 300 ഗ്രാം അളവിൽ നാരങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയ നാരങ്ങയിൽ 20 നാരങ്ങയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം വലിയ നാരങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു 10 എണ്ണം മതിയാവും. തീരെ കുഞ്ഞു നാരങ്ങയാണ്, അതിൻ്റെ പേരിലാണ് 20 എണ്ണം എടുത്തിട്ടുള്ളത്. ഓരോ നാരങ്ങയും 4 കഷ്ണങ്ങളായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. കടായി ഒന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. അതായത് എള്ളെണ്ണ. എള്ളെണ്ണയിൽ തന്നെ നമ്മൾ അച്ചാർ തയ്യാറാക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം 1 ടീസ്പൂൺ നിറയെ കടുക് ചേർക്കുകയാണ്. ഇതുപോലെ നമ്മുടെ ഈ കടുകെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ വേണ്ടത് ഒരു 10ഓളം വെളുത്തുള്ളി അല്ലി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. കൂടെ തന്നെ മീഡിയം സൈസ് വലിപ്പത്തിന് ഒരു ഇഞ്ചി എടുത്തിട്ട് അതും ഇതുപോലെ ചെറുതായിട്ട് നീളത്തിനൊന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്, അതും കൂടി. ഇനി വേണ്ടത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകാണ്. ഒരു 7ഓളം പച്ചമുളകും കൂടി ചേർക്കാം. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ആ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരല്പസമയം നമ്മളൊന്ന് വഴറ്റി കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഇതുപോലെ ലൈറ്റായിട്ട് കളറ് മാറി തുടങ്ങും. ഈ ഒരു സമയം നമുക്കിതിലേക്ക് കറിവേപ്പില ചേർക്കാവുന്നതാണ്. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വറുത്ത് കൊടുക്കാം. ഈ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് വറുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന നാരങ്ങ ചേർക്കാവുന്നതാണ്. നാരങ്ങയും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഫ്ലെയിം എല്ലാ സമയത്തും ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ്. നമ്മുടെ ഈ നാരങ്ങ എല്ലാം ഒന്ന് ചൂടായി വരട്ടെ. 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്ത് നാരങ്ങ എല്ലാം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 2.5 ടീസ്പൂൺ അളവിലാണ് കേട്ടോ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും ചേർത്തിട്ട് വീണ്ടും എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. ഇനി വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ പൊടിച്ചതാണ്. വളരെ കുറച്ച് മതിയാവും, കൂടുതൽ ചേർക്കരുത്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടിയാണ്. നമ്മൾ ഈ പഞ്ചസാര ചേർക്കുന്നത് അതായത് നമ്മുടെ ഈ നാരങ്ങയ്ക്കിടെ ആ ഒരു ചെറിയൊരു ചവർപ്പ് മാറി കിട്ടാനും ആ പുളിരുചിയൊക്കെ ഒന്ന് കുറഞ്ഞിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പഞ്ചസാര ചേർക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ ഒന്ന് പഞ്ചസാര ചേർത്തേക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ആ വെളുത്ത നാരങ്ങ അച്ചാറിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു സമയം ഇനി ഫ്ലെയിം നന്നായിട്ട് നമുക്കൊന്ന് കുറച്ച് വെക്കാവുന്നതാണ് കേട്ടോ. പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഫ്ലെയിം മീഡിയത്തിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ നന്നായിട്ട് ഇതിൽ ഗ്രേവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ നാരങ്ങയൊക്കെ നന്നായിട്ട് ഇനൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഫ്ലെയിം നന്നായിട്ട് ഇന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മളൊന്ന് വേവിച്ചെടുക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഗ്രേവി പെട്ടെന്ന് വറ്റിപ്പോകും കേട്ടോ. നമ്മുടെ അച്ചാർ ഇങ്ങനെ ഒന്ന് വേകാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ നാരങ്ങ എല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിക്ക് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും കുറച്ചും കൂടി ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി കുറുകി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറിൽ വേണം കേട്ടോ നമ്മുടെ അച്ചാർ തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ വിനീഗർ ചേർക്കുന്ന സമയത്ത് കുറച്ചധികം നാൾ നമ്മുടെ അച്ചാർ കേടാകാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരല്പം വിനീഗറും കൂടി ചേർത്ത് കൊടുക്കുന്നത്. വിനീഗറിന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വിനീഗറൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഇനി ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇത് നന്നായിട്ടൊന്ന് റൂം ടെമ്പറേച്ചറിലൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അതിനുശേഷം നമുക്കൊരു ഗ്ലാസ് ജാറിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ എയർടൈറ്റായിട്ടുള്ള ഒരു ബോട്ടിലേക്ക് ഇത് മാറ്റാവുന്നതാണ്. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ മാസങ്ങളോളം നമുക്ക് കേടാകാതെ ഇരിക്കും. നമ്മൾ പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1-2 മാസം വരെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ. കാരണം നമ്മളിതിലേക്ക് വിനീഗർ ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ പെട്ടെന്ന് കേടാകില്ല. ഇപ്പോൾ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അച്ചാറിന് ചെറിയൊരു ചവർപ്പും അതുപോലെ തന്നെ ചെറിയൊരു പുളിപ്പും ഒക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. ഒന്നും തന്നെ നമുക്ക് ആ ടേസ്റ്റ് പാടെ അറിയാനേ പറ്റില്ല. ഒരു 4-5 ദിവസം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. 4-5 ദിവസം വരെ പുറത്ത് തന്നെ വെച്ചിരിക്കാവുന്നതാണ്, ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല.
ഈ 5 ദിവസത്തിന് ശേഷം പിന്നീട് നമ്മൾ ഈ അച്ചാർ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുന്നത് കേട്ടോ. സദ്യ സ്പെഷ്യൽ വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു പാവയ്ക്ക കിച്ചടിയാണ് കേട്ടോ. നമ്മുടെ ഈ പാവയ്ക്ക കിച്ചടി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാവയ്ക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ അത്യാവശ്യം ഇച്ചിരി നീളമുള്ള പാവയ്ക്ക അതിൻ്റെ പേരിൽ 2 പീസായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇനി ഇതിന് ഉൾഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ചെറിയ ചെറിയ പീസായിട്ട് നമുക്കൊന്ന് അരിഞ്ഞ് മാറ്റാം. പാവയ്ക്കയൊക്കെ ഈ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് അരിഞ്ഞ് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു കനത്തിലാണ് കേട്ടോ ഞാനിപ്പോൾ പാവയ്ക്ക അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ എടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് കേട്ടോ. വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം വേറെ ഏതെങ്കിലും എണ്ണ എടുക്കാം. ഇനി ഈ കയ്പ്പൊക്കെ കംപ്ലീറ്റ് ആയിട്ട് എണ്ണയിലേക്ക് ചേർക്കാവുന്നതാണ്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് ഒരല്പസമയം ഒന്ന് വരട്ടി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ പാവയ്ക്ക എല്ലാം നന്നായിട്ട് തന്നെ കളറ് മാറി ഈ ഒരു സ്റ്റേജിലാവും കേട്ടോ. നല്ലതുപോലെ തന്നെ ഒന്ന് ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും തന്നെ മതിയാവും. ഒരുപാടിട്ട് വീണ്ടും അതിൻ്റെ കളറ് മാറ്റി കറുപ്പിക്കരുത്. എങ്കിൽ പിന്നെ ആ കരിഞ്ഞ ഒരു ടേസ്റ്റാവും ഉണ്ടാകുന്നത്. ഇപ്പോൾ നമുക്കിത് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ചെറിയൊരു തേങ്ങാക്കൂട്ട് ഇതിന് വേണ്ടി ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു 1/4 കപ്പ് അളവിൽ മാത്രമേ ഞാനിപ്പോൾ ചെറിയ തേങ്ങ എടുത്തിട്ടുള്ളൂ. ആ ബ്രൗൺ കളറൊന്നും ഇല്ലാതെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരല്പം തേങ്ങ ചേർത്ത് കൊടുക്കാം. കൂടുതലായി പോകരുത്. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വരെ ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരല്പം കടുകും കൂടിയാണ്. വളരെ കുറച്ച് മതിയാവും കേട്ടോ കടുക് ചേർക്കുന്നത്. എപ്പോഴും കിച്ചടി തയ്യാറാക്കുമ്പോൾ നമ്മളൊരല്പം കടുക് കൂടി ചേർക്കാറുണ്ട്. കൂടെ തന്നെ പിന്നെ ഇതിനോടൊപ്പം വേണ്ടത് ഒരു പച്ചമുളകും കൂടിയാണ്. അത്യാവശ്യം വലിയ പച്ചമുളക് ആയതിൻ്റെ പേരിലാണ് ഒരെണ്ണം ചേർത്തിരിക്കുന്നത്. തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ 2 ചേർക്കാം. ഇനി വേണ്ടത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കാനായിട്ട് നമ്മളിതിലേക്ക് ഒരല്പം തൈരും കൂടിയാണ് ചേർക്കുന്നത്. നമ്മളിതിലേക്ക് വെള്ളം ഒട്ടുമേ ചേർക്കുന്നില്ല. നമ്മുടെ ഈ പാവയ്ക്ക കിച്ചടിയിലേക്ക് ഒരല്പം പോലും വെള്ളം ചേർക്കാതെ വേണം തയ്യാറാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് തന്നെ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു ബൗളിലേക്ക് ഒരു 1.5 കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കാം. നല്ല കട്ടി തൈര് വേണം കേട്ടോ നമ്മുടെ ഈ കിച്ചടിക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ളത്. കുറച്ച് പുളിയോട് കൂടിയിട്ടുള്ള എന്നാൽ ഒരുപാട് പുളിയില്ലാത്ത തൈര് വേണം ആവശ്യമായിട്ടുള്ളത് ഇതിന്. ഇനി നമുക്കിതൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് തന്നെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. നന്നായിട്ട് തന്നെ ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൂട്ടും ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു രീതിക്ക് നമ്മുടെ തേങ്ങാക്കൂട്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ പാവയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മാത്രം പഞ്ചസാരയും കൂടി ചേർക്കുകയാണ്. നമ്മളിതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേഗം തന്നെ ഇതിലേക്ക് താളിച്ചും കൂടി ചേർക്കാവുന്നതാണ്. ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് നല്ലതുപോലെ ചൂടാകുമ്പോഴത്തേക്കും ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും ഒരു 2 വറ്റൽമുളക് ചേർക്കുകയാണ്. കൂടെ തന്നെ ഒരല്പം കറിവേപ്പിലയും കൂടി ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ ഈ താളിച്ചത് പാവയ്ക്ക കിച്ചടിയിലേക്ക് ചേർക്കാവുന്നതാണ്. താളിച്ചതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഉടൻ തന്നെ ഇത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു പാവയ്ക്ക കിച്ചടി സദ്യയ്ക്കൊപ്പം ഓണത്തിനും വിഷുവിനും ഒക്കെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. നമ്മുടെ ഈ മാങ്ങാച്ചാർ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 3 മാങ്ങ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഈ ഒരു വലിപ്പത്തിലുള്ള മാങ്ങനായിട്ട് എടുത്തിട്ടുള്ളത്. 1/2 കിലോ അളവിലാണ് നമ്മുടെ ഈ മാങ്ങ ഉള്ളത്. നന്നായിട്ട് ഒന്ന് കഴുകിയിട്ട് നമുക്കിത് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. നമ്മുടെ ഈ മാങ്ങയെല്ലാം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് അരിഞ്ഞ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. തീരെ വലിയ കഷ്ണങ്ങളാക്കി എടുക്കരുത്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഈ മാങ്ങയ്ക്കും ആവശ്യമായിട്ടുള്ള ഉപ്പാണ്. ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂൺ അളവിലാണ് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഈ ഉപ്പെല്ലാം മാങ്ങയിലൊന്ന് പുരണ്ട് കിട്ടണം. ആ ഒരു രീതിക്ക് തന്നെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു രീതിക്ക് മാങ്ങയും ഉപ്പും എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് കുറഞ്ഞതൊരു 30 മിനിറ്റ് നമുക്കിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അത്രയും സമയം കൊണ്ട് തന്നെ നന്നായിട്ട് ഈ ഉപ്പെല്ലാം മാങ്ങയിൽ പിടിച്ചിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല.
ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് എരിവ് കുറവുള്ള മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ 3 ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കുന്നത്. ഇനിയിപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവാപ്പൊടിയും കൂടിയാണ്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് ഓണാക്കിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മളൊന്ന് വറുത്തെടുക്കാനായിട്ട്. അപ്പം ഫസ്റ്റിലേ കടായി ചൂടാക്കിയിട്ട് നമ്മൾ വറുക്കാൻ വേണ്ടി നിൽക്കരുത്. എങ്കിൽ പിന്നെ നമ്മൾ മസാലകൾ ചേർക്കുന്ന സമയം കൊണ്ട് അടിയിലുള്ള മസാലകളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിൽ നന്നായിട്ട് മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് വേണം ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മളൊന്ന് വറുത്തെടുക്കാനായിട്ട്. ഈ ഒരു രീതിക്ക് ഒരു അല്പസമയം ഒന്ന് വറുത്ത് കൊടുത്ത് നമ്മുടെ മസാലയുടെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. നമ്മുടെ മസാലയുടെ കളറും ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നേരെ തന്നെ ഈ ചൂടോടുകൂടി ഈ മസാലക്കൂട്ട് മാങ്ങയിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മുടെ മാങ്ങ എല്ലാം ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 30 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ മാങ്ങയിലേക്ക് ഉപ്പെല്ലാം ഒന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്കിനി നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മസാലപ്പൊടി ചേർക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി നല്ല രീതിക്ക് തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു രീതിക്ക് നന്നായിട്ട് തന്നെ നമ്മുടെ മസാല എല്ലാം മാങ്ങയിലേക്ക് ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് താളിച്ചും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും അതേ പാനിലേക്ക് തന്നെ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, അതായത് എള്ളെണ്ണ. 4 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാനിപ്പോൾ എണ്ണ എടുത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കറിവേപ്പില ചേർക്കാവുന്നതാണ്. കറിവേപ്പിലയും ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഈ ചൂടോടുകൂടി തന്നെ ഈ താളിച്ച് നമുക്ക് മാങ്ങാച്ചാറിലേക്ക് ചേർക്കാവുന്നതാണ്. താളിച്ചതും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഒരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ ഈ എണ്ണയിലെ ചൂട് എണ്ണയൊക്കെ ഈ മാങ്ങയിലേക്ക് ചേരുന്നത് പോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം, നല്ല താളിച്ച് നല്ല ചൂടോടുകൂടി തന്നെ നമ്മുടെ മാങ്ങയിലേക്ക് ചേർക്കണം. എങ്കിൽ മാത്രമേ ആ എണ്ണയുടെ ആ ഒരു ചെറിയ ചൂട് കൊണ്ട് നമ്മുടെ മാങ്ങയൊക്കെ ലൈറ്റായിട്ടൊന്ന് വെന്ത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ്. വളരെ രുചികരമായിട്ടുള്ള ഒരു മാങ്ങാച്ചാറാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. 1-2 ആഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഒരുപാട് നാൾ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. നമുക്കിത് ഒരുപാട് നാൾ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂൺ അളവിൽ വിനിഗർ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിത് ഒരുപാട് മാസങ്ങളോളം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ. 2 മാസത്തോളം നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒരു മാങ്ങാച്ചാറ് നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. വളരെ രുചികരമായിട്ട് നല്ലൊരു കുറുക്ക് കാളൻ എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. നമ്മുടെ ഈ കുറുക്ക് കാളന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു പച്ച നേന്ത്രക്കായ ഒന്ന് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ ഈ ഒരു വലിപ്പത്തിനുള്ള ഒരു പീസ് ചേനയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇത് രണ്ടും കഴുകിയിട്ട് ഇതിൻ്റെ തൊലി ഭാഗമൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ചെറിയ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഈ പച്ചക്കായയും അതുപോലെ തന്നെ ചേനയൊക്കെ നന്നായിട്ട് ഞാനതൊന്ന് കഴുകി അതിൻ്റെ തൊലിഭാഗമൊക്കെ മാറ്റിയിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഇതുപോലെ ഈ ഒരു വലിപ്പത്തിന് ആണ് കേട്ടോ പച്ചക്കായയും ചേനയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളത്. എന്നിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് കളർ മാറിപ്പോകും, അതിൻ്റെ പേരിലാണ്. ഇനി നമുക്കൊരു മൺചട്ടിയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടിയാണ്. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടുന്ന സമയത്ത് നന്നായിട്ട് ഇന്ന് ചേനയും നമ്മുടെ പച്ചക്കായൊക്കെ ഒന്ന് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു തേങ്ങാക്കൂട്ട് കൂടി ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തേങ്ങയുടെ ആ കറുത്ത ഭാഗമൊക്കെ ഉണ്ടല്ലോ, ബ്രൗൺ കളർ, അതൊക്കെ ഇല്ലാതെ ഒന്ന് മാക്സിമം ചിരകിയെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ അതിനൊപ്പം ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ചെറിയ ചെറിയ കറുത്ത പൊട്ട് അങ്ങനെ കാണും കേട്ടോ, അതിൻ്റെ പേരിലാണ്. കൂടെ വേണ്ടത് ഒരു 2 പച്ചമുളകും കൂടിയാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ആവശ്യമായിട്ടുണ്ട്, അതുകൂടി. കൂടെ തന്നെ ഒരു 10ഓളം കുരുമുളകും കൂടി കേട്ടോ, വളരെ കുറച്ച് മതിയാകും. ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഈ ഒരു രീതിക്ക് നമ്മുടെ തേങ്ങാക്കൂട്ട് നല്ല സ്മൂത്തായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്.
ഒരല്പസമയം കൊണ്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലുണ്ടായിരുന്ന വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഇട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, എങ്കിൽ പിന്നെ അതങ്ങ് പൊടിഞ്ഞു പോകും. നല്ലതുപോലെ തന്നെ സോഫ്റ്റായിട്ട് ഇതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് തേങ്ങാക്കൂട്ട് ചേർക്കാം. തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. തേങ്ങയുടെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെയും ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് ഇനി എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കരുത്. ഇത്രയും തന്നെ വെള്ളം ധാരാളം മതിയാവും. ഫ്ലെയിം ഞാനിപ്പോൾ മീഡിയത്തിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് തന്നെ നമ്മുടെ ഈ തേങ്ങയൊക്കെ ഒന്ന് ചൂടായി കിട്ടട്ടെ. ഇപ്പോൾ ഇത് ചെറിയ രീതിയിൽ ഇങ്ങനെ ഒന്ന് തിളച്ച് വരികയാണ്. നന്നായിട്ട് തന്നെ നമ്മുടെ ഈ തേങ്ങ എല്ലാം ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഉണ്ടായിരുന്ന ആ ഒരു വെള്ളം കൂടി വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ തേങ്ങയുടെ ഈ ഒരു പച്ച ടേസ്റ്റ് എല്ലാം ഈ ഒരു സമയം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ചേർക്കേണ്ടതാണ് 1 കപ്പ് അളവിൽ നല്ല കട്ടി തൈര് മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ തൈരും കൂടി ഇതിലേക്ക് ചേർക്കാം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരല്പം ഉപ്പും കൂടി ഈ ഒരു സമയം ചേർക്കാം കേട്ടോ. ഇനി നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഫ്ലെയിം ഈ സമയത്ത് നന്നായിട്ട് തന്നെ ഒന്ന് കുറച്ച് വെച്ചിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അല്ലാന്നുണ്ടെങ്കിൽ തൈര് ചേർക്കുന്നതിൻ്റെ പേരിൽ പെട്ടെന്ന് പിരിഞ്ഞു പോകും. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് ഫ്ലെയിം മീഡിയത്തിലോ ഹൈയിലോ ഒന്നും വെക്കരുത് കേട്ടോ. നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. ഈ ഒരു രീതിക്ക് ഞാനിപ്പോൾ നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തൈരൊക്കെ ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് താളിപ്പും കൂടി ചേർക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ കുറുക്ക് കാളൻ കറക്റ്റ് ആകുള്ളൂ. താളിച്ച് ചേർക്കാനായിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഞാനിപ്പോൾ എടുക്കുകയാണ്. വെളിച്ചെണ്ണ വേണം കേട്ടോ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കാം കേട്ടോ. ഇതിനോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മാത്രം മുഴുവൻ ഉലുവയും കൂടി. കടുക് നന്നായിട്ട് ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും ഒരു 2 വറ്റൽമുളക് ചേർക്കാം. കൂടെ തന്നെ ഒരല്പം കറിവേപ്പിലയും കൂടി. കറിവേപ്പിലയും ചേർത്തിട്ട് ചെറുതായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുത്തിട്ട് ഈ ചൂടോടുകൂടി തന്നെ നമ്മുടെ ഈ താളിച്ചത് കറിയിലേക്ക് ചേർക്കാവുന്നതാണ്. താളിച്ചതും ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നമുക്കിതിങ്ങനെ ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. 2 മിനിറ്റിന് ശേഷം പിന്നീട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള ഒരു കുറുക്ക് കാളനാണ് കേട്ടോ. നമ്മൾ നേരത്തെ തയ്യാറാക്കിയതിൽ നിന്നും കുറച്ചും കൂടി ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. ഇത് ഇരിക്കും തോറും ഇങ്ങനെ കുറുകി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ സദ്യക്കൊക്കെയാണ് ഇത് തയ്യാറാക്കുന്നതെങ്കിൽ രാവിലെ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉച്ച സമയമൊക്കെ ആകുമ്പോഴത്തേക്കും പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ടാകും കേട്ടോ. എപ്പോഴും ഇതുപോലുള്ള നമ്മുടെ കറികളൊക്കെ കുറച്ച് സമയം നേരത്തെ മുമ്പേ തന്നെ ഉടൻ തന്നെ കഴിക്കുന്നതിനേക്കാളും ഒരു 3-4 മണിക്കൂറൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിക്കുന്നതാണ് എൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓണത്തിനും സദ്യക്കും അല്ലാന്നുണ്ടെങ്കിൽ ഊണിൻ്റെ കൂടെയൊക്കെ ഒരു കുറുക്ക് കാളൻ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കത് മറക്കാതെ അറിയിച്ചേക്കണം. സദ്യ സ്പെഷ്യൽ വെള്ളരിക്ക പച്ചടി വളരെ രുചികരമായിട്ട് എങ്ങനെ ചെയ്തെടുക്കാമെന്നാണ് കേട്ടോ. നമ്മുടെ ഈ വെള്ളരിക്ക പച്ചടി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു പകുതി അളവിൽ വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. 350 ഗ്രാം അളവിലാണ് വെള്ളരിക്ക എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ പുറം ഭാഗത്തുള്ള ആ ഒരു സ്കിന്നൊക്കെ ഒന്ന് മാറ്റി ഇതിനുള്ളിലുള്ള ആ ഒരു സീഡൊക്കെ മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കാം. ഈ ഒരു വലിപ്പത്തിന് എല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാനിതൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഈ വെള്ളരിക്ക ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് വെള്ളരിക്ക ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടെ തന്നെ ഈ വെള്ളരിക്ക എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടാനും ആവശ്യമായിട്ട് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർക്കാം. ഈ വെള്ളരിക്കയ്ക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഈ ഒരു സമയം ഒന്ന് ചേർത്ത് കൊടുത്തേക്കണം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്കിനി തേങ്ങാക്കൂട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ മിക്സിയുടെ ചെറിയൊരു ജാറെന്നെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 3/4 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കും ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുകും കൂടി ചേർത്ത് കൊടുക്കാം. കടുക് ഫസ്റ്റിലേ ചേർക്കരുത്, എങ്കിൽ പിന്നെ നന്നായിട്ട് അരഞ്ഞു പോകും. നമുക്ക് ചെറിയ രീതിയിൽ ഇതൊന്ന് നമ്മുടെ കടുകെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ ഇനി ഒരു 10 സെക്കൻഡ് മാത്രം ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നമുക്ക്. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നന്നായിട്ട് സോഫ്റ്റായിട്ട് നമ്മുടെ വെള്ളരിക്ക എല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലൊന്ന് ആയിക്കഴിഞ്ഞാൽ ഇനി നമ്മുടെ തേങ്ങ അരപ്പ് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. തേങ്ങാക്കൂട്ടും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ആ തേങ്ങയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരട്ടെ. ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതിയാവും. ഒരുപാട് സമയം ഇങ്ങനെ തിളപ്പിക്കരുത്.
ഈ ഒരു സമയം കൊണ്ട് നമുക്ക് തൈരൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1.5 കപ്പ് അളവിൽ കട്ടി തൈരാണ് ഏറ്റവും എടുത്തിട്ടുള്ളത്. ഇച്ചിരി പുളിയുള്ളത്, എന്നാൽ അധികം പുളിയില്ലാത്ത തൈര് വേണം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. നന്നായിട്ട് തന്നെ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ കട്ട കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങാക്കൂട്ടൊക്കെ അതായത് ചെറിയ രീതിയിലൊന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി നല്ല രീതിക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയം ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയേക്കണം കേട്ടോ. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് ഇതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തൈര് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത്രയും ചൂടിൽ നമ്മൾ തൈര് ചേർക്കരുത്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്തിട്ട് മാത്രം തൈര് ചേർക്കാം. ഇതിപ്പോൾ ഒരു 2 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ആ തിളയ്ക്കുന്ന ആ ഒരു ചൂട് മാറിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് തൈര് ചേർക്കാവുന്നതാണ്. തൈരും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് താളിച്ചും കൂടി ചേർക്കാനുണ്ട്. താളിച്ചും കൂടി ചേർക്കുമ്പോഴാണ് നമ്മുടെ വെള്ളരിക്ക പച്ചടി കറക്റ്റ് ആകുന്നത്. താളിച്ചെടുക്കാനായിട്ട് ചെറിയൊരു ചീനച്ചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കാവുന്നതാണ്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു 2 വറ്റൽമുളകും ഒരല്പം കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഈ താളിച്ചത് ചൂടോടുകൂടി തന്നെ നമ്മുടെ വെള്ളരിക്ക പച്ചടിയിലേക്ക് ചേർക്കാം. താളിച്ചതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് എടുത്തിട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് ഇതൊന്ന് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. വളരെ രുചികരമായിട്ടുള്ളൊരു വെള്ളരിക്ക പച്ചടിയാണ്. അപ്പോൾ ഓണത്തിനും സദ്യയ്ക്കും ഊണിനും ഒപ്പമൊക്കെ ഇതുപോലെ ഒരു വെള്ളരിക്ക പച്ചടി നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം കേട്ടോ. ചോറിൻ്റെ കൂടെ വളരെ രുചികരമായിട്ട് നല്ലൊരു തോരൻ എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്നാണ് കേട്ടോ. നമ്മുടെ ഈ തോരൻ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ചെറിയ ക്യാരറ്റിൽ ഒരു 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒരു 1/4 പീസ് അളവിൽ ക്യാബേജും എടുത്തിട്ടുണ്ട്. തോരന് വേണ്ടിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു കടായി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കാവുന്നതാണ്. കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴത്തേക്കും കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു വറ്റൽമുളകും കൂടി. വറ്റൽമുളക് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റും ക്യാബേജും ചേർക്കാവുന്നതാണ്. ക്യാരറ്റും ക്യാബേജും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിരിക്കുകയാണ്. നന്നായിട്ട് ഇതൊന്ന് ചൂടായി വരട്ടെ. ആദ്യം ഏകദേശം 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് 2 വെളുത്തുള്ളി അല്ലി ചതച്ചെടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. കൂടെ തന്നെ 2 പച്ചമുളകും കൂടി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാവുന്നതാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ഒന്ന് ചതച്ചെടുത്തിരിക്കുകയാണ്, അതും കൂടി. ഇനി വേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയും കൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. ഇനി നമ്മുടെ തോരന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ വീണ്ടും നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം വെള്ളം മതി കേട്ടോ. കൂടുതൽ വെള്ളം നമ്മളിതിലേക്ക് ചേർക്കരുത്. തോരനൊക്കെ തയ്യാറാക്കുമ്പോൾ എപ്പോഴും കുറഞ്ഞ വെള്ളത്തിൽ വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പച്ചക്കറികളൊക്കെ വെന്തും കിട്ടും കേട്ടോ. ഒരുപാട് വെള്ളം നമ്മൾ ചേർത്തിട്ട് തോരൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമ്മുടെ തോരന് കിട്ടില്ല. ആ വെള്ളത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ തോരന് അധികം ഉണ്ടാവുന്നത്. വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നമ്മുടെ ഈ തോരനെല്ലാം നല്ലതുപോലെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് നന്നായിട്ടൊന്ന് ലോയിലിട്ടിട്ട് ഒരു 3 മുതൽ ഒരു 5 മിനിറ്റ് വരെ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ ആ പച്ചക്കറിയുടെ വേഗിനനുസരിച്ചിട്ട് നമ്മൾ 3 മുതൽ 5 മിനിറ്റ് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ആയതിൻ്റെ പേരിലാണ് കുറച്ച് 5 മിനിറ്റോളം നമുക്ക് വേണ്ടി വന്നിട്ടുള്ളത്. നന്നായിട്ട് തന്നെ ഇല കംപ്ലീറ്റ് വെള്ളവും വറ്റിയിട്ട് ഇതുപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. വളരെ രുചികരമായിട്ടുള്ളൊരു തോരനാണ്. എങ്ങാനും വെള്ളം കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾ തുറന്ന് വെച്ചിട്ട് തന്നെ 1-2 പ്രാവശ്യം നമ്മളിതുപോലെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് വറ്റി കിട്ടിക്കൊള്ളും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഏത് പച്ചക്കറി വെച്ചിട്ട് നമുക്ക് തോരൻ തയ്യാറാക്കാവുന്നതാണ്. തോരനൊക്കെ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. സദ്യ ഇഞ്ചി തൈരാണ് കേട്ടോ. ഇഞ്ചി തൈരെന്നും ഇഞ്ചി പച്ചടി എന്നൊക്കെ പറയും. വളരെ രുചികരമായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് നമുക്കിത്. നമ്മുടെ ഈ ഇഞ്ചി തൈര് തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് തൈര് നന്നായിട്ടൊന്ന് കട്ടയെല്ലാം ഒന്ന് ഉടച്ചു വെക്കാം.
ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് അളവിലാണ് നല്ല കട്ടി തൈര് എടുത്തിട്ടുള്ളത്. ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടോ നല്ല രീതിക്ക് തന്നെ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് മാത്രമേ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്യരുത്, എങ്കിൽ പിന്നെ നല്ല ലൂസായി പോകും. നല്ല ലൂസായിട്ടുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഒരു അരിപ്പയിലേക്ക് നമ്മളിങ്ങനെ ഒഴിച്ചു വെക്കുകയാണെങ്കിൽ ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് പോയിട്ട് കട്ടിയായിട്ടുള്ള തൈര് കിട്ടും കേട്ടോ. ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് കട്ടയൊന്നുമില്ലാതെ നമ്മുടെ തൈരെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഒരു പാനൊന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ ഞാനിപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു പീസ് അളവിൽ ഒരേ ഒരു ഇഞ്ചി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. നമുക്കിങ്ങനെ പേസ്റ്റ് പോയി അരച്ചെടുക്കരുത്, ഇതുപോലെ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് കേട്ടോ. ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വറുത്ത് കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് വറുക്കാവുന്നതാണ്, ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. നന്നായിട്ട് നമ്മുടെ ഇഞ്ചിയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി കിട്ടിയാൽ മതിയാവും, കളറൊന്നും മാറണം എന്നുള്ള ആവശ്യമില്ല. ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ഞാൻ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയുടെ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി ഇഞ്ചി നന്നായിട്ടൊന്ന് വെന്തും കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമ്മളിട്ട് വയറ്റാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ പാടെ മാറിപ്പോവും. ഇനി നമുക്കിത് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് വീണ്ടും അതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു 2 പച്ചമുളക് ഒന്ന് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ചേർക്കുകയാണ്. ഫ്ലെയിം നന്നായിട്ട് ഇതൊന്ന് കുറച്ച് വെച്ചിട്ട് തന്നെ നമ്മുടെ ഈ പച്ചമുളകെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. പച്ചമുളകൊക്കെ ഒന്ന് ചൂടായി തുടങ്ങുന്ന ഈ ഒരു സമയം തന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുകും കൂടിയാണ്. നമ്മുടെ ഈ കടുകെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് പൊട്ടി വരട്ടെ. കടുകെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഒരു 2 വറ്റൽമുളകും കൂടിയാണ്. കൂടെ തന്നെ ഒരല്പം കറിവേപ്പിലയും കൂടി. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു രീതിക്ക് നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം ഒന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് നമ്മളിതാ വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇഞ്ചി ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇഞ്ചി എല്ലാം ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് താളിച്ചതും കൂടി ചേർക്കാവുന്നതാണ്. താളിച്ചതും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പിന്നെ വേറെ പണികളൊന്നും നമുക്കിതിലില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇഞ്ചി തൈര് അല്ലെങ്കിൽ ഇഞ്ചി പച്ചടി എന്ന് പറയുന്നത്. എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. ചോറ് കഴിക്കാനായിട്ട് പിന്നീട് കൂടുതലായിട്ട് നമുക്ക് വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല, ഇതുപോലൊരു ഇഞ്ചി തൈര് കൂടെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഉറപ്പായിട്ടും സദ്യക്കൊപ്പം ഊണിനൊപ്പം ഒക്കെ ഇതുപോലൊരു ഇഞ്ചി തൈര് നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണേ. വളരെ രുചികരമായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു രസം എങ്ങനെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ ഈ രസം തയ്യാറാക്കി എടുക്കാനായിട്ട് മിക്സിയുടെ ചെറിയൊരു ജാറ് ഞാനിപ്പോൾ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ നിറയെ ഞാനിപ്പോൾ കുരുമുളക് എടുത്തിട്ടുണ്ട്, മുഴുവൻ കുരുമുളക്, അത് ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ 1 ടീസ്പൂൺ നിറയെ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്, ആ ചെറിയ ജീരകം കൂടി ചേർക്കുകയാണ്. ഈ ഒരു അളവിലും മാത്രം ഒരേ ഒരു പിഞ്ച് അളവിൽ മാത്രം മുഴുവൻ ഉലുവ കൂടി എടുത്തിട്ടുണ്ട്, ആ ഉലുവയും കൂടി ചേർക്കാം. വളരെ കുറച്ച് മാത്രം മതിയാവും. അതുപോലെ തന്നെ 1 വറ്റൽമുളകും കൂടി എടുത്തിട്ടുണ്ട്, അതും കൂടി. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. ഒരുപാട് ഫൈനായിട്ട് നമ്മളിത് പൊടിച്ചെടുക്കരുത്. ഇതുപോലെ ഈ ഒരു തരിതരിപ്പോട് കൂടി വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊരു വേറൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. നമ്മുടെ ഈ മസാല പൊടിച്ചെടുത്ത അതേ ജാറിലേക്ക് തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 5ഓ 6ഓ ചെറിയുള്ളി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി വലിയ ചെറിയുള്ളിയൊക്കെ 2 പീസാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്, അത് ചേർക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ മീഡിയം സൈസിലുള്ള ഒരു ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി. കൂടെ തന്നെ ഒരു 7ഓളം വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ വെളുത്തുള്ളി അല്ലിയിലാണ് 7 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുള്ളത്. ചെറുതാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു 3ഓ 4ഓ കൂടി കൂടുതലായിട്ട് എടുക്കണം. ഇതിനോടൊപ്പം തന്നെ ഒരു 2 പച്ചമുളകും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി എരിവ് കുറഞ്ഞ അളവിൽ മതിയെങ്കിൽ 1 പച്ചമുളക് ചേർക്കാവുന്നതാണ്. ഇനി ഇത് ചെറിയ രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഇടികല്ലുണ്ടെങ്കിൽ ഇടികല്ലിൽ വെച്ച് ചതച്ചെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ ഒരൊറ്റ തവണ ഒന്ന് കറക്കിയെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് ചെറുതായിട്ടൊന്ന് ചതച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരുപാട് ഫൈൻ പേസ്റ്റ് പോലെ അങ്ങനെ അരച്ചെടുക്കരുത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇതിനോടൊപ്പം തന്നെ ചെറു ചൂടുവെള്ളത്തിലേക്ക് നെല്ലിക്ക സൈസിന് പുളി എടുത്തിട്ട് അതുകൂടി ഒന്ന് കുതിർക്കാൻ വേണ്ടി ഒന്ന് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ രസം തയ്യാറാക്കി തുടങ്ങാം.
രസം തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുന്നതിനോടൊപ്പം തന്നെ ഒരു 2 വറ്റൽമുളകും കൂടി ചേർക്കുകയാണ്. വറ്റൽമുളകും ചേർത്തിട്ട് ലൈറ്റായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. നമുക്ക് ഒരുപാട് സമയം വറുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വറുത്ത് കൊടുത്ത ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന കുരുമുളക് മസാല ചേർക്കാവുന്നതാണ്. അതൊന്ന് ചേർത്ത് ലൈറ്റായിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കുകയാണ്. മസാല ഒന്ന് ചൂടായത് ഇതുപോലെ ഒന്ന് ചൂടായി തുടങ്ങിയാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്നില്ലേ, അതുകൂടി ചേർക്കാവുന്നതാണ് ഈ ഒരു സമയം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ വീണ്ടും നമുക്കിതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയത്ത് നമ്മൾ വഴറ്റേണ്ട ആവശ്യമില്ല. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഫ്ലെയിം ഞാനിപ്പോൾ മീഡിയത്തിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ചേർത്ത് കൊടുത്ത ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരേ ഒരു തക്കാളി കൂടി എടുത്തിട്ടുണ്ട്. ആ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും ചേർത്തിട്ട് ലൈറ്റായിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. തക്കാളി എല്ലാം വെന്തുടയണം എന്നുള്ള ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാവും. തക്കാളി എല്ലാം ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർക്കാവുന്നതാണ്. പുളിയുടെ ആ ഒരു കൊത്തൊക്കെ മാറ്റിയിട്ട് പുളിയുടെ വെള്ളം മാത്രമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എക്സ്ട്രാ ഒരു 2 കപ്പ് അളവിൽ കൂടി വെള്ളം ഇതിലേക്ക് ചേർക്കാം. ആകെ ഞാൻ 3 കപ്പ് അളവിലാണ് കേട്ടോ ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടുള്ളത്. ഈ ഒരു സമയം തന്നെ നമ്മുടെ രസത്തിനും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. അതുപോലെ തന്നെ ഒരു 2 പിഞ്ച് അളവിൽ കായപ്പൊടിയും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതായത് നന്നായിട്ട് ഇങ്ങനെ വെട്ടി തിളക്കാൻ വേണ്ടി അങ്ങനെ വിടാൻ പാടില്ല. ലൈറ്റായിട്ട് എല്ലാ സൈഡിൽ നിന്നും തിളച്ച് തുടങ്ങുന്ന ആ ഒരു സമയം വരെ നമ്മൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് ഒന്ന് നമ്മുടെ രസം ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരല്പസമയം നമ്മൾ ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെക്കുമ്പോഴത്തേക്കും ഈ ഒരു രീതിക്ക് ചെറുതായിട്ടൊന്ന് തിളച്ചു തുടങ്ങും. ഇങ്ങനെ ഒന്ന് തിളച്ചു തുടങ്ങുന്ന സമയം ചെറിയ രീതിയിൽ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമ്മളിത് തിളപ്പിക്കരുത്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി തിളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രസത്തിൻ്റെ ആ ഒരു പാകമേ മാറിപ്പോകും. ആ കറക്റ്റ് ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റിൽ നമുക്കിതിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടി ചേർക്കാവുന്നതാണ്. മല്ലിയിലയും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 5-10 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് അതിനുശേഷം പിന്നീട് നമുക്ക് നല്ല സൂപ്പറായിട്ട് ഒന്ന് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. വളരെ രുചികരമായിട്ടുള്ളൊരു രസമാണ്. നിങ്ങൾ ഇതുപോലെ അല്ല വീട്ടിൽ രസം തയ്യാറാക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചൂട് ചോറിൻ്റെ കൂടെ ഇതുപോലൊരു രസം ഉണ്ടെങ്കിൽ കൂടെ സൈഡായിട്ട് നമുക്ക് വേറെ ഒന്നും വേണ്ട. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം കേട്ടോ. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് മോരും വെള്ളം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മൺകലത്തിലേക്ക് 1 കപ്പ് അളവിൽ നല്ല കട്ടിയായിട്ടുള്ള തൈര് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ കട്ടയെല്ലാം ഒന്ന് കടഞ്ഞെടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് 1 ലിറ്റർ അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് ഒരു ഇടികല്ലിലേക്ക് 10ഓളം ചെറിയുള്ളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ച് മാറ്റാം. കൂടെ തന്നെ കുറച്ച് കാന്താരി മുളകും ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചിയും ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുഴുവൻ കുരുമുളകും കൂടെ തന്നെ ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് അതും കൂടി ഒന്ന് ചതച്ചെടുക്കുകയാണ്. ഇനി ഈ ചതച്ചെടുത്ത മിക്സ് നമ്മുടെ ഈ മോരും വെള്ളത്തിലേക്ക് ചേർക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മോരും വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.